100 വർഷത്തിലൊരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു താരോദയം. മലയാള സിനിമയ്ക്ക് മാറ്റി നിർത്താനാവാത്ത താരവിസ്മയം കാഴ്ചവെച്ച മലയാളത്തിൻ്റെ സ്വന്തം മോഹൻലാൽ. സൂപ്പർ സ്റ്റാർ പദവിയും താരപ്രകടനവും അഭിനയ മികവും എല്ലാം കൊണ്ട് നമ്മളെല്ലാവരെയും വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ. ഒരേ ഒരു മോഹൻലാൽ, പകരം വയ്ക്കാനില്ലാത്ത ദ കംപ്ലീറ്റ് ആക്ടർ. മലയാള സിനിമയിൽ സൂപ്പർ സ്റ്റാർ പദവിയിൽ ധാരാളം നായകന്മാരുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് മോഹൻലാലിന് മാത്രമുള്ള ഒരു സ്റ്റാർഡം, ഒരു ഓറ വേറെ ആരിലും നമുക്ക് കാണാൻ സാധിക്കാത്തത്? പുരികത്തിൻ്റെ വളവ് കൊണ്ടും കൈവിരലുകളുടെ നഖം കൊണ്ടുപോലും അഭിനയ മികവ് കാഴ്ചവെക്കുന്ന ആ അഭിനയ കുലപതിയുടെ മുന്നിൽ പലരും മിഴിച്ചു നോക്കി നിൽക്കുന്ന രീതിയിൽ അഭിനയ ചടുലത നമുക്ക് നേരെ കാഴ്ചവെച്ച ഒരേ ഒരു മോഹൻലാൽ. ഏതോ ഒരു അവാർഡ് ഫംഗ്ഷനിൽ മാധുരി ദീക്ഷിത് പറഞ്ഞതുപോലെ 100 വർഷത്തിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ഇതിഹാസമാണ് മോഹൻലാൽ. മോഹൻലാലിന് പകരം വയ്ക്കാൻ വേറെ ആരും തന്നെയില്ല. ഒരിക്കലെങ്കിലും മോഹൻലാലിനെ പോലെ ആകണം എന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടായിരിക്കുമോ? നമ്മുടെയൊക്കെ ബാല്യവും കൗമാരവും യൗവനവും വാർദ്ധക്യവും എല്ലാം സുന്ദര സുരഭിലമാക്കിയത് മോഹൻലാൽ എന്ന നടനല്ലാതെ വേറെ ആരാണ്? പ്രായഭേദമന്യേ എല്ലാവരും ലാലേട്ടൻ എന്ന് ഒരേ സ്വരത്തിൽ പറയുന്നുണ്ടെങ്കിൽ അദ്ദേഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കിയ ഓളം ചെറുതൊന്നും ആയിരിക്കില്ല. ഒരു മോഹൻലാൽ പടം കാണാൻ ബാല്യത്തിൽ പോകുന്ന അതേ വ്യക്തി തൻ്റെ മകനെയും കൂട്ടി, തൻ്റെ ചെറുമകനെയും കൂട്ടി വീണ്ടും ഒരു ലാൽ സിനിമ കാണാൻ പോകുമ്പോഴുണ്ടാകുന്ന ആ ഒരു വികാരമാണ് ലാൽസം അല്ലെങ്കിൽ ലാൽ തരംഗം എന്ന് പറയുന്നത്. ഒരു സിനിമാ നടന് ഇത്രയേറെ മനുഷ്യരുടെ ഉള്ളിൽ ഓളമുണ്ടാക്കാനും മനുഷ്യരുടെ ഉള്ളിൽ സ്ഥാനമുണ്ടാക്കാനും കഴിയുമോ എന്ന് സംശയമാണ്. അദ്ദേഹം കരയുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കരയുന്നു. അദ്ദേഹത്തിൻ്റെ ആക്ഷനിൽ നമ്മളെല്ലാവരും കൈയടിക്കുന്നു. അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നമ്മളെല്ലാവരും രോമാഞ്ചം കൊള്ളുന്നു. അദ്ദേഹം ഡാൻസ് കളിക്കുമ്പോൾ നമ്മളെല്ലാവരും കൂടെ കളിക്കുന്നു. പാട്ട് പാടുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ പാടുന്നു. അപ്പോൾ അത്രയും ഒരു ഇൻഫ്ലുവൻസ് മലയാളികൾക്കിടയിലും അല്ലെങ്കിൽ ലോക സിനിമയിലും ഉണ്ടാക്കാൻ മോഹൻലാലിനോളം കഴിവുള്ള ഒരു നടനുണ്ടോ എന്ന് സംശയമാണ്. ഭാവങ്ങൾ കൊണ്ട്, കണ്ണുകൾ കൊണ്ട്, കൺപീലികൾ കൊണ്ട് നമ്മളെ എല്ലാവരെയും കയ്യിലെടുക്കുന്ന ലാലിസം. ഒരു മോഹൻലാൽ സിനിമയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് കണ്ണുകൾ കൊണ്ടുള്ള ലാലേട്ടൻ്റെ അഭിനയമാണ്. പല അഭിനയ മുഹൂർത്തങ്ങളും കണ്ണുകൾ കൊണ്ട് അഭിനയിച്ച് ഫലിപ്പിക്കാൻ കഴിയുന്ന ഇതുപോലെ ഒരു നടൻ വേറെ ഉണ്ടോ എന്നത് സംശയമാണ്. അത്രയുമുണ്ട് ലാലേട്ടൻ്റെ കണ്ണുകളിലെ അഭിനയ മികവ്. പ്രായം ഏത് തന്നെയായാലും ലാലേട്ടനോളം ഫ്ലെക്സിബിളായിട്ട് സ്റ്റണ്ടോ അല്ലെങ്കിൽ ഡാൻസോ ഒക്കെ ചെയ്യാൻ കഴിയുന്ന വേറൊരു നടനുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. അത്രയുമുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഡാപ്റ്റിംഗ് ആയിട്ടുള്ള ഫ്ലെക്സിബിലിറ്റി. എടുത്തു പറയേണ്ട വേറൊരു സവിശേഷത എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ മെയ്വഴക്കം തന്നെയാണ്. ഈ പ്രായത്തിലും ഇത്രയും മെയ്വഴക്കത്തോടു കൂടി ആക്ഷൻ രംഗങ്ങളും ഡാൻസ് സീക്വൻസുകളും അഭിനയിക്കാൻ ലാലേട്ടനോളം പോകുന്ന വേറൊരു നടനുണ്ടോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയം തോന്നിപ്പോകുന്ന രീതിയിൽ ഓരോ അഭിനയത്തിലും ഉണ്ടാകുന്ന അദ്ദേഹത്തിൻ്റെ ഫ്ലെക്സിബിലിറ്റി നമ്മളെ അതിശയിപ്പിക്കുന്ന ഒന്നാണ്. കൊടുക്കുന്ന കഥാപാത്രങ്ങളെ ഇത്ര മികവുറ്റ രീതിയിൽ അഭിനയിച്ച് ഫലിപ്പിക്കുന്ന ഒരു നടൻ, അത് നമുക്ക് അവിശ്വസനീയമാകുന്ന രീതിയിലാണ് മോഹൻലാൽ ഓരോ കഥാപാത്രങ്ങളെയും തന്മയത്വത്തോടെ ചെയ്തു തീർക്കുന്നത്. കമലതളത്തിലെ ഡാൻസറായി അദ്ദേഹം എത്തുമ്പോൾ നമുക്ക് തന്നെ പല രീതിയിലും സംശയം തോന്നാറുണ്ട്. അദ്ദേഹം പലപ്പോഴും ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ഒരു വ്യക്തിയാണോ? അത്രയും ഫ്ലെക്സിബിളായിട്ടാണ് അദ്ദേഹം ഡാൻസ് ചെയ്യുന്നതും അത് അഭിനയിച്ച് ഫലിപ്പിക്കുന്നതും. അതുപോലെ തന്നെ അഹത്തിലെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ ഉള്ള ഒരു പേഷ്യൻ്റായി അദ്ദേഹം അഭിനയിക്കുമ്പോൾ നമ്മൾ പല സാഹചര്യത്തിലും അല്ലെങ്കിൽ പല സീനുകളിലും നമ്മളുടെ കണ്ണ് നിറഞ്ഞു പോവുകയും നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ അഭിനയ മികവ് കണ്ട് മിഴിച്ചു നിന്നവരായിരിക്കും പലരും. അത്രയും ആ ഒരു രോഗാവസ്ഥയുടെ സമ്പൂർണ്ണതയിലേക്ക് ആ ക്യാരക്ടറിനെ കൊണ്ടുപോകാൻ മോഹൻലാലിന് കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയം. അൽഷിമേഴ്സും ബൈപ്പോളാർ ഡിസോർഡർ പേഷ്യൻറ്റുമായി തന്മാത്രയിലും വാനപ്രസ്ഥത്തിലും അദ്ദേഹം അഭിനയ മികവും മായിച്ചപ്പോൾ നമുക്ക് ആ രോഗത്തിൻ്റെയും രോഗാവസ്ഥയുള്ള രോഗിയുടെയും പ്രതിഫലനമാണ് മോഹൻലാൽ എന്നൊരു ക്യാരക്ടറിൽ നിന്ന് കിട്ടിയത്. എങ്ങനെയാണ് ഒരു നടന് ഒരു കഥാപാത്രത്തിന് ഇത്തോളം തന്നിലേക്ക് ആവാഹിക്കാൻ പറ്റുന്നത്? അദ്ദേഹം എല്ലാ കഥാപാത്രങ്ങളെയും അതിൻ്റെ ഏറ്റവും മൂർധന്യമായ അവസ്ഥാന്തരങ്ങളിലൂടെ കടത്തിവിടുമ്പോൾ നമ്മൾ തന്നെ ചിന്തിച്ചു പോകുന്നു, മോഹൻലാൽ എന്ന ഒരു നടനപ്പുറം അദ്ദേഹത്തിന് എന്ത് പേര് നൽകിയാണ് വിളിക്കുക എന്നുള്ളൊരു ചോദ്യചിഹ്നത്തിൽ തന്നെയാണ് ഇപ്പോഴും മലയാളി പ്രേക്ഷകർ നിൽക്കുന്നത്. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിൽ എത്തുമ്പോൾ സ്ക്രീനിൽ കാണാൻ അറയ്ക്കുന്ന മുഖമെന്ന് അവകാശപ്പെട്ട പല നായികമാരും മോഹൻലാലിൻ്റെ നായികയാകാൻ പിന്നീട് കൊതിച്ചിട്ടുണ്ട്. പല റൊമാൻറ്റിക് സീനുകളിലും ലാലേട്ടൻ്റെ കൂടെ ഒരു ഷോട്ടിലെങ്കിലും നിന്നാൽ മതിയെന്ന് അവകാശപ്പെട്ട നായികമാരാണ് പിന്നീടുണ്ടായത്. മലയാള സിനിമയിൽ മോഹൻലാലിനോളം റൊമാൻറ്റിക് കഥാപാത്രങ്ങൾ ചെയ്യാൻ വേറൊരു നാടനാകുമോ എന്നുള്ളൊരു ചോദ്യചിഹ്നം കൂടി നമ്മളിവിടെ വെക്കുന്നു. മലയാളത്തിൽ പല യുവ നായകന്മാർ എത്തിയിട്ടും മോഹൻലാലിനോളം റൊമാൻസ് ചെയ്യാൻ വേറൊരു നായകനും കഴിയുന്നില്ല എന്നുള്ളൊരു ശ്രുതിയും കൂടി നമ്മൾ മലയാള സിനിമയ്ക്കുള്ളിൽ പറഞ്ഞു കേൾക്കുന്നു, ഇപ്പോഴും കേട്ടുകൊണ്ടേയിരിക്കുന്നു.
ഈ പ്രായത്തിലും മോഹൻലാലിനോട് റൊമാൻസ് ചെയ്യാമോ എന്ന് ചോദിച്ചാൽ അദ്ദേഹം ചെയ്തിരിക്കും, ചെയ്ത് ഫലിപ്പിച്ചിരിക്കും. അഭിനയിക്കുന്ന എല്ലാ നായികമാരുമായും അതിശയകരമായ ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്ന മോഹൻലാൽ എന്ന നടനെ നമ്മൾ അതിശയത്തോടെ തന്നെ നോക്കിക്കാണുകയാണ്. എങ്ങനെയാണ് ഇവരുമായി എല്ലാം ഇത്രയും നല്ല പ്രണയം ഉണ്ടാകുന്നതെന്ന് ചോദിക്കുന്നതിന് ലാലേട്ടൻ പറയുന്നത്, ഞാൻ ഇവരെ എല്ലാവരെയും പ്രണയിക്കുന്നു എന്നുള്ളതാണ്. കോമഡി ചെയ്യാനുള്ള ലാലേട്ടൻ്റെ അപാരമായ കഴിവ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ടൈമിംഗ്, ഇതൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മലയാള സിനിമയിലെ പ്രേക്ഷകർക്കിടയിൽ അദ്ദേഹത്തിനുള്ള സ്ഥാനം ഊട്ടിയുറപ്പിച്ച വേറൊരു ഘടകം. ഒരവസരത്തിൽ ജയറാം പറഞ്ഞതുപോലെ 24 മണിക്കൂറും വെള്ളമടിച്ച് നടക്കുന്ന ഒരു എഴുത്തുകാരനായ സാഗർ കോട്ടപ്പുറത്തെ ചെയ്യാൻ വേറൊരു നടനുണ്ടോ എന്നുള്ളൊരു ചോദ്യം അവിടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പുരികം കൊണ്ടുള്ള പല എക്സ്പ്രഷനുകളും, കോമഡി സമയങ്ങളിൽ വരുന്ന അതിഗംഭീരമായ പുരികം കൊണ്ടുള്ള എക്സ്പ്രഷനുകൾ, അദ്ദേഹത്തിൻ്റെ ഡയലോഗിലുണ്ടാകുന്നുള്ള ഒരു ഫ്ലെക്സിബിലിറ്റി, ഇതൊക്കെ തന്നെ കോമഡി അനായാസകരമായിട്ട് ലാലേട്ടന് വഴങ്ങുകയും അത് ബാക്കിയുള്ളവരെ ചിരി ഉണർത്തുകയും ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു അപാരമായ ഒരു കഴിവാണ്. വന്നുപോയ പ്രിയദർശൻ്റെ എല്ലാ കോമഡി സിനിമകളിലും മോഹൻലാൽ തൻ്റെതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചു. പ്രിയദർശൻ സിനിമകളിൽ മാത്രമല്ല, അഭിനയിച്ച മിക്ക സിനിമകളിലും കോമഡി ചെയ്യാൻ അനായാസമായി മോഹൻലാലിന് കഴിഞ്ഞു. അത് ആളുകളിൽ എത്തിച്ചു, ചിരി ഉണർത്തി എന്നതിൽ അദ്ദേഹം എടുത്ത ഒരു മികവ് നമുക്ക് എല്ലാവർക്കും കാണാൻ സാധിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ ഓരോ ഡയലോഗിലും, ഇപ്പോൾ മണിച്ചിത്രത്താഴിലാണെങ്കിൽ കിണ്ടി എന്ന് വിളിക്കുമ്പോഴും നമ്മളും ചിരിച്ചു. ചന്ദ്രലേഖയിൽ ശ്രീനിവാസനോട് പറയുന്നു എന്തോന്നാണ് ഇത്, കൊല പഠിപ്പിക്കാൻ ജാക്കറ്റ് കെട്ടി വെച്ചിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മളും ചിരിച്ചു. എല്ലാം മോഹൻലാൽ കോമഡി പറഞ്ഞാൽ നമ്മളും കൂടെ പൊട്ടിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ടായി. ഏത് കടുകട്ടിയായിട്ടുള്ള ഡയലോഗും അദ്ദേഹത്തിന്റെ ശൈലിയിൽ വളരെ മനോഹരമായി പ്രസന്റ് ചെയ്തു എന്നുള്ളതാണ് മോഹൻലാൽ സിനിമകളിൽ നമ്മൾ അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ വ്യത്യസ്തമാക്കിയത്. ദേവദേവനെ ബലരാമനെ പോലുള്ള ഏത് എംബോക്കിക്ക് മുന്നിൽ ഉരിഞ്ഞു വെച്ച് എല്ലാവരും പറയും മോഹൻലാലിന്റെ അഭിനയ മികവുകളെ കുറിച്ച് സംസാരിക്കുന്നു, അദ്ദേഹത്തിന്റെ കഴിവുകളെ കുറിച്ച് സംസാരിക്കുന്നു. ഇപ്പോൾ നമ്മൾ പ്രേക്ഷകർ കുറേ പേര് പറയുന്ന ഒരു ഘടകമാണ്, പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ചു കിട്ടുന്നില്ല, പഴയ മോഹൻലാലിൻ്റെ അഭിനയം നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നമ്മൾ അപ്പോൾ ആലോചിക്കേണ്ട ഒരു ഘടകം, പ്രായം എല്ലാത്തിനെയും വെല്ലുന്ന ഒരു വസ്തുതയാണ്, ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ അതിൻ്റെ ഒരു വസ്തുതയാണ്. പക്ഷേ എങ്കിലും ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വലിയ ഒരു സൂപ്പർ സ്റ്റാർ, അല്ലെങ്കിൽ ഒരു അഭിനയ ഒരു സിംഹം, അദ്ദേഹത്തിൻ്റെ കരിയറിൽ ചെയ്യാവുന്ന എല്ലാ വേഷങ്ങളും ചെയ്ത് തീർത്തു കഴിഞ്ഞു. ഇനി നമ്മൾ ഇപ്പോൾ കാണുന്നത്, ലാലേട്ടൻ ഇപ്പോൾ ചെയ്യുന്ന വേഷങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ അഭിനയിക്കുന്ന ഓരോ മുഹൂർത്തങ്ങൾ മാത്രമാണ്. അദ്ദേഹത്തിന്റെ നായക പരിവേഷം എല്ലാം പകർന്ന് ആടിക്കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ രവീന്ദ്ര മാഷ് പറഞ്ഞൊരു കാര്യം ഓർക്കുകയുണ്ടായി. നമ്മൾ മോഹൻലാൽ പാടി അഭിനയിക്കുന്നത് കാണുമ്പോൾ നമ്മൾ യേശുദാസിനെ മറക്കുന്നു, MG ശ്രീകുമാറിനെ മറക്കുന്നു, ഹരിഹരനെ മറക്കുന്നു. ഈ പാടുന്നതെല്ലാം മോഹൻലാലാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഐക്കോണിക് ആയിട്ടുള്ള ലിപ്സിങ്ക് അത് വേറെ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. എല്ലാ സിനിമകളിലും അദ്ദേഹം പാടുന്ന ക്യാരക്ടറുകളെല്ലാം അദ്ദേഹത്തിന്റെ അഭിനയ മികവ് കൊണ്ട് അദ്ദേഹം മികവുറ്റതാക്കിയതായിരുന്നു. ഒരിക്കലും MG ശ്രീകുമാർ തന്നെ പറയുകയുണ്ടായി, പ്രിയദർശന്റെ ചിത്രം എന്ന സിനിമയിൽ സ്വാമിനാഥ എന്ന് പറയുന്ന പാട്ടിലെ സ്വരങ്ങൾ ഒറ്റ ഷോട്ടിൽ പാടാൻ മോഹൻലാലിന് മാത്രമേ കഴിയുകയുള്ളൂ. അതെ, അത് ഒറ്റ ഷോട്ടിൽ അത്രയും അദ്ദേഹത്തിനോടുള്ള എത്രമാത്രമുള്ള വിശ്വാസമായിരിക്കാം പ്രിയദർശൻ ആ ഒരു ഒറ്റ ഷോട്ട് അദ്ദേഹത്തിൽ തന്നെ ഫോക്കസ് ചെയ്ത് ആ സ്വരങ്ങൾ അത്രയും പാടിയത്. ആ പാടി കഴിഞ്ഞപ്പോൾ നമുക്കുണ്ടായ, ഇപ്പോഴും നമ്മൾ എടുത്ത് കേൾക്കുമ്പോൾ അത് മോഹൻലാൽ അല്ല പാടിയതെന്ന് പറയുമ്പോൾ 2ഓ 3ഓ പ്രാവശ്യം ആലോചിക്കേണ്ടിയിരിക്കുന്നു. കമൽഹാസൻ ഒരിക്കൽ പറഞ്ഞതുപോലെ, മോഹൻലാൽ ചിരിച്ചാൽ അത് ലൈറ്റ് ഹൗസ് തെളിയുന്നത് പോലെയാണ് എന്നതുപോലെ തന്നെ എല്ലാ സിനിമകളിലും ലാലേട്ടൻ്റെ ചിരിയിൽ നമ്മളും സന്തോഷിച്ചു. അദ്ദേഹത്തിൻ്റെ ഓരോ അഭിനയ മുഹൂർത്തങ്ങളും നമ്മൾ നെഞ്ചിലേറ്റി. അദ്ദേഹം അഭിനയിക്കുമ്പോൾ നമ്മൾ കൂടെ ആരാധനയോടെ നോക്കി നിന്നു. ഒരു യുഗം, അല്ലെങ്കിൽ ലാലേട്ടൻ എന്ന് പറയുന്നത് ഒരു വികാരമായി മാറിയത് അച്ഛൻ കൈപിടിച്ചു കൊണ്ടുപോയി സിനിമ കാണിച്ചത് മുതൽ ഇന്ന് നമ്മുടെ മക്കളെ നമ്മൾ കൈപിടിച്ച് ലാലേട്ടനെ പരിചയപ്പെടുത്തുമ്പോൾ വരെ നീണ്ടു നിൽക്കുന്ന ഒരു പാരമ്പര്യത്തിൻ്റെയും കൂടെ കഥയാണ്. അദ്ദേഹം പൂർണ്ണ വിജയത്തോടെ തിരിച്ചു വരും എന്നതിനുള്ള ഉദാഹരണമാണ് നിറഞ്ഞ സദസ്സിൽ തുടരും എന്ന ചിത്രം ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത്. പഴയ ലാലേട്ടനെ കണ്ടു എന്ന് പലരും അവകാശപ്പെടുമ്പോൾ അവരുടെയൊക്കെ കണ്ണുകളിൽ കാണുന്നത് അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരുന്ന ഒരുപറ്റം ജനങ്ങളെയാണ്. വൃദ്ധർ മുതൽ കുഞ്ഞു കുട്ടികൾ വരെ ലാലേട്ടാന്ന് വിളിക്കുന്നത് അതിനുള്ള ഉത്തമ ഉദാഹരണമാണ്. ലാലേട്ടന് ശേഷം ഇനി ആര് എന്ന ചോദ്യം അവശേഷിക്കുന്ന നിലയിൽ ഒരു സുവർണ ലിപിയാൽ മലയാള സിനിമയിൽ എഴുതി ചേർക്കപ്പെട്ട് കഴിഞ്ഞു. ഒരുപാട് നല്ല വിജയങ്ങൾ സമ്മാനിക്കുന്ന ലാലേട്ടനെ കാണാൻ ഞങ്ങൾക്ക് കഴിയണം എന്ന ആഗ്രഹത്തോടു കൂടിയും ഒരുപാട് നല്ല ചിത്രങ്ങൾ അദ്ദേഹത്തിന്റെ പേരിൽ രേഖപ്പെടുത്തണമെന്ന ആശംസകളോടുകൂടിയും അദ്ദേഹത്തിന് പിറന്നാൾ ആശംസകൾ നേരുന്നു. നന്ദി.